അങ്ങനെ ഞാൻ കണ്ണൂരിലുള്ള പ്രേമ കഫേയിൽ 5 കിലോ ടീ പൗഡർ കൊണ്ടു. ഞാനിപ്പോൾ പ്രേമ കഫേൻ്റെ കിച്ചണിലാണ് ഉള്ളത്. ഇവിടുന്ന് ഉച്ചക്കേക്കുള്ള ലഗോൺ ബിരിയാണി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം എന്ന് വെച്ചാൽ ഏകദേശം 9:30. ഇവിടുന്ന് അടുക്കളയിൽ തന്നെ വീഡിയോ ചെയ്യാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാം, ഈ പ്രേമ കഫേൻ്റെ ഓണറുണ്ട് അരുണേട്ടൻ എന്നെ എന്താ പറയുക, ഏകദേശം ഒരു 1.5 മാസം മുന്നേ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. എന്ന് വെച്ചാൽ ഒന്ന് ഇവിടെ കഫേയിലേക്ക്, ഇവിടെ ഒരു ഹോട്ടലിലേക്ക് വരും, ഹോട്ടലിലേക്ക് വന്നിട്ട് ഒന്ന് ലഗോൺ ബിരിയാണി ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മൂപ്പരോട് ഡയറക്റ്റ് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ വന്നിട്ട് ഉള്ളത് മാത്രമേ പറയത്തുള്ളൂ, അല്ലാണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ വൃത്തിയുണ്ടെങ്കിൽ വൃത്തിയുണ്ട്, അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് മതി, ജെന്യൂനായിട്ട് കാര്യങ്ങൾ നീ വന്നിട്ട് എന്താ നോക്കിയിട്ട് അത് പറഞ്ഞാൽ മതി എന്നുള്ളതിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ടേക്ക് വരാനുള്ളതിൽ പറഞ്ഞു. അതാണ് എനിക്ക് ഇഷ്ടമായി. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞു എന്താ കിച്ചൺ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, കാണും, പക്ഷേ അതിൻ്റെ എന്താ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഞാൻ അതേപോലെ നീ അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി, അങ്ങനെ തന്നെ പറയാം, അല്ലാണ്ട് ഇതിങ്ങനെ പറയണം അങ്ങനെ പറയണം ഒന്നും എന്നോട് മൂപ്പർ പറഞ്ഞു. അത് നല്ലോണം സ്ട്രൈക്ക് ചെയ്തു. പക്ഷേ എന്തോ ഇങ്ങോട്ടേക്ക് ആ സമയത്ത് വരാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതിനുശേഷമാണ് ഞാൻ എന്ത് ചെയ്തത്, ഇപ്പോൾ ഈ ടീ പൗഡറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് മൂപ്പറെ ഓർമ്മ വന്നു. ഞാൻ മൂപ്പറെ വിളിച്ചവിടെ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യം തന്നെ എന്നോട് പറഞ്ഞു അത് ഓക്കെ നല്ല സാധനമാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ല സാധനമാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ എന്നാൽ ശരി, എന്നാൽ അന്നൊരു കാര്യം ചെയ്യാം, അന്ന് 5 കിലോ നീ എടുത്തോ എന്നോട് നമ്മൾ ആ ഒരു വിശ്വാസത്തിന് പറഞ്ഞു എന്നോട് ഇങ്ങോട്ടേക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, നിങ്ങൾക്ക് ഞാൻ അത് ഷോപ്പിൽ കൊണ്ടുത്തരാം. പക്ഷേ അരുണാട്ടിന് ഇവിടെ നാട്ടിലില്ല കേട്ടോ. നമ്മളിത് കോൺടാക്ട് ചെയ്യുന്ന ഫുള്ള് ഫോണും ഇൻസ്റ്റാഗ്രാം വഴിയാണ്. അപ്പോൾ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഓർഡർ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് മൂപ്പർ ഹോട്ടലിൽ ബിരിയാണിയിൽ ഫുഡിലൊക്കെ ഉള്ള വിശ്വാസം പോലെ തന്നെ ഞാൻ കൊടുക്കുന്ന പ്രൊഡക്റ്റിൽ എനിക്കും വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ധൈര്യത്തിൽ എന്ത് ചെയ്യും, ഞാൻ ഇവരെ ഷോപ്പിലേക്ക് എടുത്തിട്ട് വന്നു. ഇവരെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം ഇവരെന്ത് ചെയ്തു, അരുണാട്ടിനോട് പറയാൻ, അതായത് ഓണർ അരുണാട്ടിനോട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങി അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇതിന് മുന്നേ. അപ്പോൾ അരുണാട്ടിനെ വിളിച്ച സമയത്താണ് അരുണാട്ടൻ പറഞ്ഞത് ഓക്കെ കുഴപ്പമില്ല, ഒരു കാര്യം നീ എന്തായാലും 5 കിലോ എടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് വന്നു. അതായത് മൂപ്പർ ചെയ്യുന്ന ഒരു ബിസിനസ്സിൻ്റെ ഒരു ഐഡിയയിൽ കോൺഫിഡൻസ് ഉള്ള പോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ഐഡിയയിലും കോൺഫിഡൻസിൽ ഇതാക്കിയിട്ട് വന്നു. അപ്പോൾ നമുക്ക് റീപർച്ചേസ് ചെയ്യുമോ ഇല്ല എന്നുള്ളത് അവർ നോക്കട്ടെ, കസ്റ്റമറിന് കൊടുത്തിട്ട് എന്താ അഭിപ്രായം കാര്യങ്ങളെന്നുള്ളത് നോക്കട്ടെ. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ രാവിലെ എത്തിയത് ബിരിയാണീൻ്റെ ഇത് എന്താ പറയുക, ബിരിയാണി ഞാൻ ഇവിടുന്ന് കഴിച്ചിട്ടില്ല. അപ്പോൾ ബിരിയാണീൻ്റെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയില്ല. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് കഴിക്കുന്നുണ്ട്, നല്ല ബിരിയാണിയോ കാര്യങ്ങളാണെന്ന് തന്നെ പറയുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ ഇനി ഇവർ റീപർച്ചേസ് ചെയ്യുമെങ്കിൽ ഞാൻ വന്നിട്ട് അന്നേരം കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, എന്താ വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ ആയിട്ടില്ല കേട്ടോ, ഇപ്പോൾ രാവിലെയാണ്. അപ്പോൾ പക്ഷേ ഇവരാക്കുന്ന വൃത്തിയും കാര്യങ്ങളും ലഗോൺ കോഴിയാണ്, നിങ്ങൾ മസാലയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, എല്ലാം നല്ല നന്ദിനിൻ്റെ ഗീ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് കാര്യങ്ങൾ അത്രയും ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ഇവർ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഒന്നാമത് സെല്ല് ചെയ്യാൻ പറ്റില്ല. ആദ്യം വേണ്ടുന്ന ഒരു സെല്ല് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ കൊടുക്കുന്ന സാധനം എന്താണെന്നുള്ളത് നമുക്ക് സ്വന്തമായിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് നമ്മൾ സ്വയം ആദ്യം മനസ്സിലാക്കണം.